സഹോദരിമാരെ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. 200 പവനൊക്കെ കൊടുത്ത് കല്യാണം കഴിക്കുമ്പോൾ ഒന്ന് അങ്ങനെയൊക്കെ തീരുമാനിക്കുമ്പോൾ അതിന്റെ മൂല്യം എത്രയാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ 200 പവൻ ഉണ്ടെങ്കിൽ 2 കോടിക്ക് അടുത്ത് പൈസ കിട്ടും. ഈ പൈസ ബാങ്ക് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഫിക്സഡ് ഡിപ്പോസിറ്റിൽ അത്യാവശ്യം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലുണ്ടല്ലോ ജീവിച്ച് കടന്നു പോകാൻ പറ്റും. മാസം ഒരു 90,000 മുതൽ 1,00,000 രൂപ വരെയൊക്കെ കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഈ കാശ് കൊണ്ട് സ്വന്തമായിട്ട് അടിച്ചു പൊളിച്ച് യാത്രയൊക്കെ ചെയ്ത് സുഖമായിട്ട് കൂളായിട്ട് ജീവിക്കാനുള്ളതിന് പകരം ഏതെങ്കിലും ഒരുത്തനെ കെട്ടിയെടുത്ത് സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവച്ച് അയാൾ ഭരിച്ച് അയാൾ ഭാഗ്യക്കേടാണെന്ന് പറഞ്ഞ് മുഴുവൻ അപമാനങ്ങളും കേട്ട് ജീവിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പൈസ കൊടുത്ത് നമ്മൾ ഒരാളെ വാങ്ങിച്ചാൽ അയാൾ നമ്മൾ പറയുന്ന കേട്ട് ചൊൽപ്പടിക്ക് നിൽക്കണം. ഇല്ലെങ്കിൽ പൈസ വേണ്ട, നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് തീരുമാനം എടുക്കാൻ പറ്റണം. അതിനുറപ്പുള്ളവരെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ എത്ര കഥകളാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരുടെ അച്ഛനമ്മമാരോടാണ്, ദയവ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ പേരിൽ നിങ്ങൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് കൊടുക്കുക. അവർ ഏതെങ്കിലും നല്ല രീതിയിൽ കോഴ്സ് പഠിപ്പിച്ച് വിദേശത്തെ കാണുമായിരിക്കും. പിള്ളേർ പോയി സന്തോഷത്തോടെ ജീവിക്കട്ടെ.